പ്രധാനമന്ത്രി ആശുപത്രിയിലെത്തി നിരവധി പേരെ കണ്ടിരുന്നു, അവരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവരിൽ ഒരാളുടെ അനുഭവത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ആഴ്ചകൾക്ക് മുൻപ് യൂറോപ്പിൽ നിന്നും അവധിക്ക് ജന്മനാട്ടിലെത്തിയതാണ് അനിൽ. തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് അടക്കം എടുത്തിരുന്നു. അതിനിടെയാണ് മലവെള്ളം എല്ലാം കൊണ്ടുപോയത്. തന്റെ കൺമുന്നിൽ വെച്ച് 2.5 വയസ്സുള്ള മകന്റെയും അമ്മയുടെയും പുറത്തേക്ക് ചെളി അടിഞ്ഞു മൂടുകയായിരുന്നു എന്ന് അനിൽ പറയുന്നു. മകനെ ഇതുവരെ കണ്ടെത്താനായില്ലെന്നും നിസ്സഹായനായി പറയുന്നുണ്ട് അനിൽ. നട്ടെല്ല് തകർന്ന് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് നിലവിൽ അനിൽ. ചൂരൽമല സ്വദേശി അനിലാണുള്ളത്. അനിലിന് ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടത് അമ്മയാണ്. കുഞ്ഞിനെ 2.5 വയസ്സുള്ള കുഞ്ഞിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അരുണിൻ്റെ നട്ടെല്ല് തകർന്നാണ് അരുൺ കിടപ്പിലായത്. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലുണ്ട് അരുൺ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, അരുൺ യൂറോപ്പിലായിരുന്നു. ഒരു 20-25 ദിവസം മുമ്പാണ് അരുൺ നാട്ടിലേക്ക് എത്തിയത്. ഈ മാസം, അതായത് ഓഗസ്റ്റ് 10-ഓ 15-നോ ഉള്ളിൽ മടങ്ങേണ്ടതായിരുന്നു അരുൺ. ആ ദിവസം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അത് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിപ്പോയി. അന്ന് ഞാൻ എല്ലാം ഓർമ്മയുണ്ട്. എന്നെ ചളി എടുത്തിട്ട് പോകുന്നതും വെള്ളം കൊണ്ടുപോകുന്നതും എല്ലാം ഓർമ്മയുണ്ട്. അതിൻ്റെ തലേ ദിവസമല്ല, അതേ ദിവസത്തിൻ്റെ ഉച്ചയ്ക്കായിരുന്നു ഞാൻ ചാനലുകാരെ ഞാനായിരുന്നു കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തത്. പുഴയും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത് അതിൻ്റെ വെള്ളം കൂടുന്നതിലും കാണുന്ന എല്ലാവരും ഇൻഫോം വേണ്ടിയിട്ട് പോയതായിരുന്നു. അതിൻ്റെ രാവിലെയാണിത് സംഭവിച്ചത്. പിറ്റേ ദിവസം 1 മണിക്ക്, ഒരു 1:10 ആകുമ്പോഴാണ് ഇത് പൊട്ടി വന്നത്. 1:15 ആയിരുന്നു. ആ സമയത്തായിരുന്നു പൊട്ടി വന്നത്. എൻ്റെ അമ്മയും 2.5 വയസ്സ് കൊച്ചും നഷ്ടപ്പെട്ട് അതിൻ്റെ ഒരു വേദനയാണ് ഞാൻ. പുഴയിൽ കൂടെ ഓരോരുത്തരും നിലവിളിക്കുന്ന ഒച്ചയാണ് കേൾക്കുന്നുണ്ടായത്. നമ്മൾ മുറ്റത്ത് കൂടെ ആയിരുന്നു അത് വെള്ളം അടിച്ച് കയറി വന്നത്. ബാക്ക് കൂടെ നേരെ ചളിയാണ് വന്നത്. നമ്മളെ പള്ളീൻ്റെ ആ ഭാഗത്തൊക്കെ കടകളൊക്കെ കയറിയിട്ട് നേരെ വരുന്ന അത് മൊത്തം ചളി നേരേക്ക് വന്നത്. നേരെ വന്ന് ഇടിച്ച് നേരെ പാടിയായിട്ട് പോയി. ഫുള്ളായിട്ട് എല്ലാം പോയി. അങ്ങനെ നിർത്തിയത്. അതിൽ എൻ്റെ കൊച്ചും അമ്മയും ആ അകത്തായിപ്പോയി. വീട്ടിൻ്റെ അകത്ത് തന്നെ ആയിപ്പോയി. വീട് മൊത്തം ഇടിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തായിപ്പോയി. അച്ഛനും എൻ്റെ വൈഫും പുറത്തുനിന്നാണ് കിട്ടിയത്. എന്നെ താഴെ കൊണ്ടുവരുന്നു. കുറച്ച് ഒഴുകിപ്പോയി. അത് നമുക്ക് എണീച്ച് നിൽക്കാനും പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അത് അങ്ങനെ എടുത്തു കയറിയായിരുന്നു. പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? പ്രധാനമന്ത്രി നമ്മളെ സാറ് പറഞ്ഞ് നല്ല ആശ്വസിപ്പിച്ചിട്ടാണ് പോയത്. അതായത് എല്ലാത്തിനും കൂടെ ഉണ്ടാവും, നിൽക്കാം. സംസാരിച്ച് ഞാൻ കുറച്ച് നേരം സംസാരിച്ച് ചോദിച്ചവർ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് കുട്ടിയും അമ്മയും നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞത് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അറിയുന്നില്ല എല്ലാം പറഞ്ഞപ്പോൾ അവരുണ്ടാവും. ആദ്യം ഭേദമായിട്ട് പോകും, ക്യൂറായിട്ട് പോകുന്നതാണ്. ഞാനിവിടെ അങ്ങയുടെ ബന്ധുക്കളോട് സംസാരിക്കുമ്പോൾ ഈ അപകടം പറ്റി ആശുപത്രിയിൽ കിടക്കുമ്പോൾ പോലും അങ്ങയുടെ ഒരു ഫോണിൻ്റെ EMI മറ്റോ ഇവിടെ പിടിക്കുന്നൊരു സാഹചര്യം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വിളിച്ചെന്ന് സംസാരിക്കാനും വേറെ കോൺടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ഫയൽസും എൻ്റെ ഫോണിലായിരുന്നുണ്ടായത്. ഇവിടെ വന്നിട്ടായിരുന്നു ഞാൻ ഫോൺ എടുത്തത് തന്നെ. അനിലാണ് സംസാരിച്ചത്. നടക്കുന്ന ഓർമ്മയാണ് അനിലിന്. കൺമുന്നിലാണ് അമ്മയും അതുപോലെ കുഞ്ഞിനും മുകളിലേക്ക് ചളി വന്ന് വീണത്. ഒന്നും ചെയ്യാൻ സാധിക്കാത്ത തരത്തിലെന്നാണ് അനിൽ പറയുന്നത്. അനിലിന് അവിടെ നിന്ന് ഏതാണ്ട് ഒഴുകിപ്പോവുകയായിരുന്നു സ്ഥലത്ത് നിന്ന്. അവിടെ നിന്നാണ് അനിലിനെ വീണ്ടെടുത്തത്. പക്ഷേ നട്ടെല്ല് തകർന്ന് കിടപ്പിലാണ്. അങ്ങനെ കിടക്കുമ്പോഴും കടം EMI അടക്കമുള്ളവ ഇങ്ങനെ കൊണ്ടുപോകുന്നുവെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും പറയുന്നുണ്ട്. വിപിൻ വേളിക്കൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 വയനാട്.